السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, ഈ ലോകത്ത്, ഈ ദുനിയാവിൽ നാവ് കൊണ്ട് നമ്മൾ ആസ്വദിക്കുന്ന ഏത് മധുരത്തെക്കാളും ഏത് രുചികരമായ ഭക്ഷണത്തെക്കാളും ഹൃദയത്തിന് മാധുര്യം നൽകുന്ന അള്ളാഹു നിശ്ചയിച്ച ചില അനുഭവങ്ങളുണ്ട്. ലോകത്തെ ഒരു മധുരവും ഒരു തേനും കൽക്കണ്ടവും അള്ളാഹു ഹൃദയത്തിന് നൽകുന്ന ആ മധുരത്തിൻ്റെ അടുത്തുപോലും എത്തുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ട് എങ്കിൽ അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാനുള്ള 3 കാര്യങ്ങളെക്കുറിച്ച്. നമുക്കറിയാവുന്നതുപോലെ ദുനിയാവിലെ രുചി, നാവിൻ്റെ രുചി, അത് ശരീരത്തിന് എന്തെങ്കിലും രോഗമുണ്ട് എങ്കിൽ അത് ശരിക്കും അനുഭവിക്കാൻ കഴിയില്ല. ശരീരത്തിന് എന്തെങ്കിലും രോഗമുണ്ട് എങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് ഒരു രുചികരമായ ഭക്ഷണം, അത് എത്ര രുചികരമാണ് എങ്കിൽ പോലും അത് ശരിക്കും അനുഭവിക്കാൻ കഴിയില്ല. എന്നതുപോലെ ഹൃദയത്തിൽ രോഗമുണ്ട് എങ്കിൽ ഈ ഈമാനിൻ്റെ മാധുര്യം അത് ശരിക്കും അനുഭവിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. മറിച്ച് ഹൃദയം സലീമാണ് എങ്കിൽ, ഹൃദയം സുരക്ഷിതമായ രക്ഷപ്പെട്ട ഹൃദയമാണ് എങ്കിലാണ് ഈ രുചി അനുഭവിക്കാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസുൻ, 3 കാര്യങ്ങൾ, ഇതാ അത് ഒരാൾക്ക് ഉണ്ട് എങ്കിൽ, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന, അത് മുഖേന ഒരാൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ ഹലാവ, ഈമാനിൻ്റെ മാധുര്യം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെ മനോഹരമായ ശൈലി നോക്കൂ നിങ്ങൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആദ്യം എണ്ണമാണ്, സലാസുൻ, 3 കാര്യങ്ങൾ. എന്നിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ചില സഹാബിമാർ പറഞ്ഞതുപോലെ, നബിയേക്കാൾ നല്ല ഒരു മുഅല്ലിമിനെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ലൊരു അധ്യാപകനെ എനിക്കറിയില്ല. നബിയുടെ മനോഹരമായ അധ്യാപനത്തിൻ്റെ ശൈലിയാണ് ആദ്യം എണ്ണം പറഞ്ഞ് പിന്നെ കാര്യം പറയുക, ആദ്യം അദദ് പറഞ്ഞ് പിന്നെ മഅദൂദ് പറയുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസ് അതിനൊരു ഉദാഹരണമാണ്. നിങ്ങൾ ഓർത്താൽ പല ഹദീസുകൾ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കും. നബി പറഞ്ഞില്ലേ, കലിമതാനി, 2 വാക്കുകൾ, കലിമതാനി, 2 വാക്കുകൾ. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ വിശേഷണം, ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെ ഭാരം കുറഞ്ഞ 2 വാക്കുകളാണ്. സഖീലതാനി ഫിൽ മീസാൻ, നാളെ മീസാനിൽ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുന്ന തുലാസിൽ ഏറെ ഭാരമുള്ളതാണ്. ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ നോക്കുക ഹദീസിൻ്റെ അധ്യാപനത്തിൻ്റെ ശൈലി, അവിടെ എണ്ണം മാത്രമല്ല അതിൻ്റെ വിശേഷണവും പറയുന്നു. 2 വാക്കുകൾ. എന്നിട്ട് അതിൻ്റെ ഗുണഗണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണ്? ഒന്ന്, ആ എണ്ണം അത് മനസ്സിൽ ഗ്രഹിച്ചെടുക്കാൻ, മനഃപ്പാഠമാക്കാൻ കേൾക്കുന്നയാൾ ശ്രദ്ധിക്കും. ഒന്ന് അയാൾക്ക് കിട്ടി, രണ്ടാമത്തത് കിട്ടിയില്ല എങ്കിൽ, 7 ഉണ്ട് എങ്കിൽ 6 കിട്ടി, അല്ലെങ്കിൽ 5 കിട്ടി, ബാക്കി 2 അല്ലെങ്കിൽ ബാക്കി 1 ഏത് എന്നിങ്ങനെ ഓർത്തെടുക്കും.
എണ്ണം പറഞ്ഞാലേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അതിൻ്റെ വിശേഷണങ്ങൾ പറയുന്നു. അപ്പോൾ അത് കേൾക്കാൻ, അതെന്താണെന്നറിയാൻ ആളുകളുടെ മനസ്സിൽ ആകാംക്ഷയും അതേക്കുറിച്ച് അറിയാനുള്ള ത്വരയും വർദ്ധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇതാണ് 2 വാക്കുകൾ. അതുപോലെ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് സബ്അത്തുൻ 7 കൂട്ടം ആളുകൾ യുദില്ലുഹുമുല്ലാഹു ഫി ദില്ലിഹി, അള്ളാഹു അവൻ്റെ തണൽ അവർക്ക് നൽകും, അഥവാ അവൻ്റെ അർശിൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ അവർക്ക് അവൻ നൽകും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ല, മറ്റൊരു തണലുമില്ലാത്ത, അവൻ നൽകുന്ന തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ. എന്താണ് ആളുകൾക്ക് ഇത് പറഞ്ഞാൽ തോന്നുക? ഏതാണ് ആ 7 ആളുകൾ? ഈ പ്രത്യേകതയുള്ള 7 ആളുകൾ ആരാണ്? എണ്ണം അദദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയുകയാണ്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, ഉശാബുൻ നശഅ ഫി ഇബാദത്തി റബ്ബിഹി, തൻ്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു യുവാവ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, 3 മസ്ജിദുകളുമായി ഹൃദയബന്ധമുള്ള, മസ്ജിദുമായി ഹൃദയം ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, 4 റജുലാനി തഹാബ്ബ ഫില്ലാഹ് വജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 പേർ, ആ സ്നേഹത്തിൽ അവർ ഒത്തുചേർന്നു, ആ സ്നേഹത്തിലായിരിക്കെ മരണം അവരെ വേർപിരിച്ചു. വറജുലുൻ, ഒരു മനുഷ്യൻ, ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, അവനെ ഭംഗിയും തറവാടിത്തവുമുള്ള ഒരു പെണ്ണ് ഒരു മോശമായ പ്രവർത്തനത്തിന്, വ്യഭിചാരത്തിന് ക്ഷണിച്ചു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, അയാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. 6ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, തൻ്റെ വലതു കൈ കൊണ്ടൊരു സദഖ നൽകിയ ഒരു മനുഷ്യൻ, എന്നിട്ട് അത് മറച്ചു വെച്ചു. തൻ്റെ വലതു കൈ കൊടുത്തത് ഇടതു കൈ പോലും അറിയാത്ത അത്രയും അയാളത് രഹസ്യമാക്കി വെച്ചു. 7 വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന് ഓർത്ത് കണ്ണുനീരൊഴുക്കിയ ഒരാൾ. എണ്ണം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കാര്യം പറയും. അതുപോലെയാണ് ഈ ഹദീസിലും 3 കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ വജദ ബിഹിന്ന, അവന് ലഭിക്കുന്നതാണ്, അവന് കിട്ടുന്നതാണ്. ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ഒരാൾക്ക് ലഭിക്കുന്നതാണ്. എന്താണ് പ്രിയമുള്ളവർ ഈമാനിൻ്റെ മാധുര്യം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവ് കൊണ്ട് രുചിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ മധുരത്തെക്കാളും മധുരകരമാണ് ഹൃദയത്തിൽ അറിയാൻ സാധിക്കുന്ന ആ ഈമാനിൻ്റെ മധുരമെന്നത്. എന്നാൽ ഹൃദയത്തിന് രോഗമുണ്ട് എങ്കിൽ അതറിയാൻ കഴിയില്ല, ശരീരത്തിന് രോഗമുണ്ട് എങ്കിൽ നാവിന് രുചി അറിയില്ല എന്നതുപോലെ. അതുപോലെ നോക്കൂ, പണ്ഡിതന്മാർ ഹലാവത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ആ ഹലാവത്ത്, ഈമാനിൻ്റെ മാധുര്യം ഒരാൾക്ക് കിട്ടിയാൽ അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യാൻ അവന് വളരെ എളുപ്പമായിരിക്കും. അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കാൻ ഒരു പ്രയാസവും തോന്നുകയില്ല, മറിച്ച് അതവന് വളരെ എളുപ്പമായിത്തീരും. ഇതാണ് ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅമുൽ ഈമാൻ എന്ന് വിശേഷിപ്പിച്ചത് കാണാം. തഅമുൽ ഈമാൻ, ഈമാനിൻ്റെ തഅം, ഈമാനിൻ്റെ രുചി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദാഖ തഅമൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഈമാനിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും തൃപ്തിപ്പെട്ടവൻ. ഈ ഹദീസിൽ ഈമാനിൻ്റെ ഹലാവ, അതിൻ്റെ രുചി എന്ന് റസൂലുള്ളാഹി, അതിൻ്റെ മധുരമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്കത് അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ റഹ്മത്തിനാൽ നൽകുമാറാകട്ടെ. 3 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഒന്ന്, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമാ. ഇതാണ് 1ാമത്തെ കാര്യം. അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമാ. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരുവന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുക. മിമ്മ സിവാഹുമാ, അള്ളാഹുവും റസൂലും അല്ലാത്ത മറ്റെല്ലാവരെക്കാളും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, ശേഷം അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തും.
എന്താണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നാൽ, സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഇല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക അസാധ്യമാണ്, അസംഭവ്യമാണ്. അള്ളാഹുവിനെ നിനക്ക് ആരാധിക്കാൻ സാധ്യമല്ല. നിന്റെ ഇബാദത്തല്ല, അള്ളാഹുവിനോട് നിനക്ക് മഹബ്ബത്തില്ല എങ്കിൽ. എന്തുകൊണ്ടാണ്? കാരണം ഇലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അല്ലദീ ലഹു അന്നാസു മഹബ്ബതൻ. ആളുകൾ ആരെ ആരാധിക്കുന്നുവോ സ്നേഹിച്ചുകൊണ്ട്, അതുപോലെ അങ്ങേയറ്റത്തെ താഴ്മയോടെ, അങ്ങേയറ്റത്തെ ഭയഭക്തിയോടെ ആര് ജനങ്ങൾ ആരാധിക്കുന്നു അവനാണ് ഇലാഹ്. മഹബ്ബത്തില്ലാതെ എന്തില്ല? ഇബാദത്തിൽ, അള്ളാഹുവിനോടുള്ള സ്നേഹമില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക സാധ്യമല്ല. അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനോടുള്ള പ്രതീക്ഷയും അവനോടുള്ള ഭയവും ഇതുണ്ടെങ്കിലേ ഇബാദത്താകും. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയിൽ ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും ഹംദും. അള്ളാഹുവിനോടുള്ള ഹംദിൽ അടങ്ങിയിരിക്കുന്നു അള്ളാഹുവിനോടുള്ള സ്നേഹം. ആർക്കാണതിൽ സംശയം? മഹബ്ബത്ത്. എന്നിട്ട് പറയുകയാണ്, ആ വാചകം അടിമ പറയുമ്പോൾ അള്ളാഹു മറുപടി പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പോഴാണ് അടിമ പറയുക അർ റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്, അഥവാ അവനാണ് എല്ലാ ഹംദും. റഹ്മാനായ, ഏറ്റവും കരുണ നിറഞ്ഞവനായ, അവൻ്റെ അടിമകൾക്ക് അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനായ അള്ളാഹുവിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ഒരു മനുഷ്യൻ അത് പറയുമ്പോൾ അള്ളാഹുവിനോട് അവന് തോന്നുക? എന്തായിരിക്കും തോന്നുക? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അവരോട് സ്നേഹമാണ് എങ്കിൽ, റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ഖൽബിൻ്റെ ഏത് പ്രവർത്തനമായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ വരിക? അങ്ങനെ ചിന്തിച്ച് നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഏതായിരിക്കും? പ്രതീക്ഷയാണ്, അള്ളാഹുവിനോടുള്ള റജാ ആണ്, അവനിലുള്ള പ്രതീക്ഷയാണ്, അടങ്ങാത്ത പ്രതീക്ഷ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത റബ്ബിലുള്ള പ്രതീക്ഷ. അള്ളാഹു ഇത് പറഞ്ഞാൽ അടിമയോട് മറുപടി പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഒരടിമ പറയുന്നത് മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ റബ്ബ്. അവൻ അടിമകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ളതെന്തോ, ഖൈറെങ്കിൽ ഖൈർ, ഷർറെങ്കിൽ ഷർ, അത് നൽകുന്ന ആ മഹത്തരമായ നാളിൻ്റെ ഉടമസ്ഥനാണ്. എന്തായിരിക്കും ഇത് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുക? എന്തായിരിക്കും തോന്നുക? അള്ളാഹുവിനോടുള്ള ഖൗഫാണ്, അവനോടുള്ള ഭയമാണ്. മഹബ്ബത്തും ഖൗഫും റജാഉം. ഈ ആയത്ത് പറഞ്ഞാൽ അള്ളാഹു അവന് മറുപടി പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, മഹബ്ബത്ത്, ഖൗഫ്, മഹബ്ബത്ത്, റജാ, ഖൗഫ്, ഇത് മൂന്നും ഈ ആയത്തുകളിലൂടെ പറഞ്ഞ് പിന്നെ ഉടനെ അടുത്ത ആയത്ത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കാരണം ഈ മൂന്നും ഉണ്ടെങ്കിലേ എന്തുള്ളൂ? ഇബാദത്തുള്ളൂ. മഹബ്ബത്തും ഖൗഫും റജാവും, അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനോടുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും ഉണ്ടെങ്കിലേ ഇബാദത്തുള്ളൂ, ആരാധനയുള്ളൂ. അതുകൊണ്ട് തൊട്ടടുത്ത ആയത്തിൽ പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹു നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ചില മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ആദ്യത്തെ 3 ആയത്തുകളിൽ റബ്ബിനോട് നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ശൈലിയല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതി എന്നാണ്, അവൻ റഹ്മാനും റഹീമുമാണ് എന്നാണ്, അവൻ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ് എന്നാണ്. പക്ഷേ ഒരടിമ അള്ളാഹുവിനോടുള്ള തൻ്റെ മഹബ്ബത്തും അവൻ്റെ റഹ്മത്തും അവനുള്ള റഹ്മത്തിനോടുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും എല്ലാം എടുത്തു പറയുന്ന ഈ ആയത്തുകൾ പറഞ്ഞ് അള്ളാഹുവിനെ വാഴ്ത്തിയപ്പോൾ, അവനെ സ്തുതിച്ചപ്പോൾ, അവനെ പ്രകീർത്തിച്ചപ്പോൾ, അതാ അടിമ അള്ളാഹുവിൻ്റെ അരികിലെത്തിയതുപോലെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം അവന് ലഭിച്ചതുപോലെ. പിന്നെ അവൻ പറയുന്നത് എന്താണ്? നീ എന്ന് വിളിച്ചിട്ടാണ്, ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. എന്താണ് അള്ളാഹുവിൻ്റെ മറുപടി? റബ്ബ് പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതെൻ്റെ അടിമക്കും എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ ചോദിക്കുന്നത് ലഭിക്കുന്നതാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ നീ ഞങ്ങൾ നേരായ പാതയിൽ നയിക്കണമേ,
നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴിയിൽ, നിന്റെ കോപത്തിലിരയായവരുടെ വഴിയിലല്ല, നിന്റെ പിഴച്ചുപോയവരുടെ വഴിയിലുമല്ല. അള്ളാഹു പറയും, ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ. എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചത് ലഭിക്കും, എൻ്റെ അടിമക്ക് ഇത് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുക, ഫാത്തിഹ എന്ന് പറയുന്നത് അതിലുണ്ട് അസ്ബാബു സആദ, എല്ലാ സൗഭാഗ്യത്തിൻ്റെയും വഴി, ഹിദായത്തിൻ്റെ വഴി സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. എല്ലാവിധ പിഴച്ച കക്ഷികൾക്കുമുള്ള മറുപടി സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്നു. ഖുർആനിൻ്റെ സിർ, ഖുർആനിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് എന്താണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഖുർആനിൻ്റെ പൊരുൾ അതിൽ ഉള്ളത് ആകെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ സൂറത്ത് പോലെ ശ്രേഷ്ഠമായ ഒരു സൂറത്ത് മറ്റൊന്നില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ നമ്മൾ കഴിക്കുന്നില്ലേ? രാവിലെ കഴിച്ചാൽ പിന്നെ ഉച്ചക്കും കഴിക്കും, ചിലപ്പോൾ വൈകുന്നേരം കഴിക്കും, പിന്നെ രാത്രി. എന്തുകൊണ്ടാണ്? ശരീരത്തിന് നിലനിൽക്കാൻ ആഹാരവും പാനീയവും വേണം എന്നതുപോലെ സഹോദര. അല്ല, അതിനേക്കാൾ നിൻ്റെ ഹൃദയത്തിൻ്റെ, നിൻ്റെ റൂഹിൻ്റെ നിലനിൽപ്പിന് ഈ സൂറത്ത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് നീ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 17 തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തുൽ കിതാബ്. നിസ്കാരത്തിൽ ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്യാത്തവന്, സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ നീ സ്നേഹിക്കുക, അള്ളാഹുവിനെ നീ ആ സ്നേഹമില്ലാതെ നിനക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക സാധ്യമല്ല. റബ്ബിനെ സ്നേഹിക്കാതെ നിനക്ക് അവനെ ഇബാദത്ത് ചെയ്യുക സാധ്യമല്ല. എന്താണ് സഹോദരങ്ങളെ റബ്ബിനോടുള്ള സ്നേഹം ലഭിക്കാനുള്ള വഴി? അള്ളാഹുവിനോടുള്ള സ്നേഹം ലഭിക്കാനുള്ള വഴി നീ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി അഹബ്ബഹു ലാ മഹാല. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ആരെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ പേരുകളിലൂടെ, വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കിയാൽ അഹബ്ബഹു ലാ മഹാല, അവനെ സ്നേഹിക്കാതെ തരമില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ നിറയും, ഒരു സംശയവുമില്ല. ഇനിയോ രണ്ടാമത്തേത്, നീ അള്ളാഹു അവൻ നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കലാണ്. ഇതാണ് റബ്ബിനെ സ്നേഹിക്കാനുള്ള വഴി. ഇതിലേതെങ്കിലും ഒന്ന് തന്നെ ധാരാളമാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ. നിനക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നൽകിയതൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല എന്ന് നീ വാദത്തിന് വേണ്ടി വിചാരിക്കുക, എങ്കിൽ പോലും സഹോദര, നീ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, റബ്ബിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്കൂ. എങ്ങനെ നിനക്ക് അവനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കും? നീ സ്നേഹത്തിനുള്ള ഏതേത് മാനദണ്ഡം എടുത്തു നോക്കും, ഏത് മാനദണ്ഡം എടുത്തു നോക്കിയാലും അതിനേറ്റവും അർഹൻ റബ്ബാണ്. മനുഷ്യർ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത്? ആരോടാണ് മനുഷ്യൻ സ്നേഹിക്കുക? മനുഷ്യൻ ആരോടാണ് അടുപ്പവും സ്നേഹവും തോന്നുന്നത്? മനുഷ്യൻ അടുപ്പവും സ്നേഹവും തോന്നും ഭംഗിയുള്ളതിനോട്, സൗന്ദര്യമുള്ളതിനോട്. മനുഷ്യൻ അടുപ്പവും സ്നേഹവും തോന്നും പണമുള്ളവരോട്. അതുപോലെ നല്ല നിലക്ക് പെരുമാറുന്ന, റഹ്മത്ത് കാണിക്കുന്നവരോട്, വിട്ടുവീഴ്ച ചെയ്യുന്നവരോട്. ചില ആളുകൾക്ക്, ചില പടപ്പുകൾക്ക് കാണാം ശക്തരായ ആളുകളോട് സ്നേഹം. അവൻ്റെ കൂവത്തിൻ്റെ പേരിൽ ഒരാളെ സ്നേഹിക്കും. ചിലപ്പോൾ മോശക്കാരനായിരിക്കും, എന്നാൽ അയാൾ പവർഫുൾ ആളാണ് എന്ന പേരിൽ നല്ല സ്ട്രോങ് ആയ ആളാണ്, അയാൾ കടുത്ത നിലപാടുകളുടെ ആളാണ്. അയാൾ വളരെ മോശക്കാരനായിരിക്കും അയാളുടെ പെരുമാറ്റത്തിനും അയാളുടെ ഇടപാട്. പക്ഷേ അയാളുടെ കടുത്ത നിലപാടുകൾ കൊണ്ട് അയാളോട് എന്തോ ഒരു ഇതുപോലുള്ള അനുരാഗം വെച്ച് പുലർത്തുന്ന ആളുകളെ കാണാം. ഇതൊക്കെ മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളാണ്. മനുഷ്യനൊക്കെ ആളുകളെ സ്നേഹിക്കും. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സ്നേഹത്തിൻ്റെ ഏത് മാനദണ്ഡം എടുത്തു വെച്ച് നോക്കൂ. ഏത് നന്മയുടെ വിശേഷണങ്ങൾ എടുത്തു നോക്കൂ, അതിൻ്റെ എല്ലാം പരിപൂർണത ആർക്കാണുള്ളത്? റബ്ബിനാണുള്ളത്. അവനെപ്പോലെ ഭംഗിയുള്ള മറ്റാരുണ്ട്? അല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അവൻ ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടും. ഈ ലോകത്ത് ഏത് ഭംഗിയുള്ളതിനും ആ ഭംഗി നൽകിയത്, അതിൻ്റെ മനോഹാരിത നൽകിയത് അള്ളാഹുവാണ്. എന്തായിരിക്കും അവൻ്റെ ഭംഗി? അവൻ്റെ ഭംഗി എന്തായിരിക്കും? അവൻ്റെ ഭംഗി എന്തായിരിക്കും? അവനെ കണ്ടാൽ സ്വർഗവാസികൾ അവിടെ ഉള്ളത് എല്ലാം മറന്നു പോകുന്ന അവസ്ഥയാണ് അവർക്കുണ്ടാവുക. നോക്കൂ, അള്ളാഹു പരലോകത്ത് മുഅ്മിനുകൾ സ്വർഗത്തിൽ റബ്ബിനെ നോക്കിക്കാണുന്നതിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ നോക്കൂ. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് ആ മുഖങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ആരെയാണോ നോക്കുന്നത് അതാണ് ആദ്യം പറഞ്ഞത്, ഇലാ റബ്ബിഹ, എന്നിട്ടാണ് നാദിറ, നോക്കുന്നു എന്ന് പറഞ്ഞത്. എന്താണ് അതുകൊണ്ടുള്ള അങ്ങനെ
പിന്നീട് തഖീർ ചെയ്യേണ്ടത് തഖ്ദീം ചെയ്തതുകൊണ്ടുള്ള ഫലം എന്താണ്? പിന്നെ പറയേണ്ടത് ആദ്യം പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന് അതുകൊണ്ട് ലഭിക്കുന്ന ചില പ്രത്യേക പാഠങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, അതിലൊരു പാഠമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ റബ്ബിലേക്കാണ് അവർ നോക്കുന്നത്, മറ്റൊന്നും അവർക്കൊന്നുമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരെവിടെയാണ് ഉള്ളത്? അവരേതെങ്കിലും പ്രയാസത്തിലല്ല ഉള്ളത്, സ്വർഗത്തിലാണുള്ളത്. സ്വർഗത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയവും സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണവർ. എന്നിട്ടാണ് അള്ളാഹുവിനെ കണ്ടാൽ അതൊന്നും അവർക്കൊന്നുമല്ലാതാകും. എന്തായിരിക്കും റബ്ബിൻ്റെ, അവൻ്റെ ജമാൽ എന്തായിരിക്കും, അവൻ്റെ ഭംഗി എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, അവൻ്റെ പടപ്പുകളുടെ ഭംഗി നോക്കൂ. ആ പടപ്പുകൾക്ക് ഭംഗി നൽകിയവൻ്റെ ഭംഗിയും മഹത്വവും എത്രയായിരിക്കും? അതുപോലെ നീ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഇതുപോലെ അള്ളാഹു നൽകുന്ന മാപ്പിനെ കുറിച്ച്, അവൻ മാപ്പ് നൽകുന്നത് പോലെ മാപ്പ് നൽകുന്ന മറ്റാരും, അവനെപ്പോലെ ശക്തനായി മറ്റാരുണ്ട്? ഇങ്ങനെ അവൻ്റെ വിശേഷണങ്ങൾ ചിന്തിച്ചാൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ നിനക്ക് സാധ്യമല്ല. രണ്ടാമത്, അതോടൊപ്പം അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, പുറമേക്ക് കാണാവുന്നതും കാണാത്തതുമായ അള്ളാഹു നിന്നെ മൂടിയ നിഅമത്തുകളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കുക. നിനക്ക് കൈകാലുകൾ തന്ന, നിനക്ക് കാണാൻ കണ്ണുകൾ നൽകിയ, നിനക്ക് സംസാരിക്കാൻ നാവ് നൽകിയ റബ്ബ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, ഇങ്ങനെ നൽകിയ റബ്ബ്, നിനക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയ റബ്ബ്, നിനക്ക് ആരോഗ്യം നൽകിയ റബ്ബ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഇത് പൂർണ്ണമായി നൽകാതെ അള്ളാഹു പരീക്ഷണമായി നിശ്ചയിച്ച, മറ്റുള്ളവർക്ക് ഗുണപാഠമായി നിശ്ചയിച്ച ആളുകളെക്കുറിച്ച് പണ്ഡിതന്മാർ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതുപോലെ ഗുണപാഠങ്ങളായി രേഖപ്പെടുത്തിയ സംഭവങ്ങളിൽ നമുക്ക് കാണാം. ഒരു നടന്ന സംഭവം എന്താണത്? പഴയ കാലത്ത് 2 ഇരട്ടകൾ ഉണ്ടായിരുന്നു. ഇരട്ടകൾ എന്നാൽ ശരീരം പരസ്പരം ഒട്ടിപ്പിടിച്ച ഇരട്ടകളാണ്. ആ കാലത്തെ വൈദ്യശാസ്ത്ര പ്രകാരം അവരെ വേർപെടുത്തുക സാധ്യമല്ല. വെറുതെ തൊലി ഒട്ടിപ്പിടിച്ചതല്ല, മറിച്ച് ആന്തരിക അവയവങ്ങൾ വരെ ഒട്ടിപ്പിടിച്ച രൂപത്തിൽ ഉള്ളതാണ്, വേർപെടുത്താൻ കഴിയില്ല. അങ്ങനെ പഴയ കാലത്ത് ജീവിച്ച 2 ഇരട്ടകൾ, ഇവരൊരുമിച്ച് ജീവിക്കാൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരുമിച്ച് ആണവർ ഭക്ഷണം കഴിക്കേണ്ടത്. ഒരാൾ ടോയ്ലറ്റ് പോകുമ്പോൾ മറ്റാളും കൂടി പോകേണ്ടി വരും, ഒരാൾ കുളിക്കുമ്പോൾ മറ്റാൾ അവിടെ ഉണ്ടാകേണ്ടി വരും. ഇങ്ങനെ ജീവിക്കുന്ന 2 സഹോദരങ്ങൾ. ഇവർ ജീവിതത്തിൽ ചില ദിവസങ്ങളിൽ ഇവർ പരസ്പരം പിണങ്ങും, പരസ്പരം മിണ്ടുകയില്ല. ചിന്തിച്ചു നോക്കി, ഒരുമിച്ചുള്ള ആളുകൾ സ്വാഭാവികമാണ്, സഹോദരങ്ങൾക്ക് തമ്മിലുണ്ടാകുന്ന പിണക്കം ചിലപ്പോൾ ഇവർ തമ്മിലുണ്ടാകും. ദിവസങ്ങളോളം ഈ 2 ആളുകൾ ചിലപ്പോൾ പരസ്പരം മിണ്ടുകയില്ല, ഒരുമിച്ച് ഒരേ ശരീരം പോലെ നടക്കുന്ന ഇവർ. ഇങ്ങനെ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ഇവരിൽ ഒരാൾ മരിച്ചു. എന്തു ചെയ്യും? ഒരാളെ കൊണ്ടുപോയി കബറിൽ വെക്കാൻ പറ്റുമോ? ഇല്ല, മറ്റാൾക്ക് ജീവനുണ്ട്, അയാളെ കബറിൽ വെക്കാൻ കഴിയില്ല. അങ്ങനെ ഇയാൾ തൻ്റെ സഹോദരനുമായി ശരീരം ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ഈ മരിച്ച മനുഷ്യൻ്റെ ശരീരം ഇങ്ങനെ ജീർണിച്ച് അലിഞ്ഞു പോവുകയാണ്. രണ്ടാമൻ ഇത് അയാളുടെ ശരീരത്തോട് ചേർന്നിട്ടാണല്ലോ, ഇത് സഹിക്കവയ്യാതെ അധികം വൈകാതെ ഇത് സഹിക്കാൻ സാധിക്കാതെ മറ്റയാൾ മരിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള, നടന്നിട്ടുള്ള സംഭവങ്ങളിലൊന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ നിഅമത്തിനെ കുറിച്ച്. അള്ളാഹു നൽകി, അവൻ നമ്മെ ആരെങ്കിലും ഈ രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രയാസമുള്ള അവസ്ഥയിലാക്കി തീർക്കാൻ തീരുമാനിച്ചാൽ ആർക്കാണ് നമ്മൾ രക്ഷിക്കാൻ കഴിയുക? നസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. അള്ളാഹു നൽകിയ നിഅമത്തുകൾ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആലോചിക്കുക, അതിന് ശുക്ർ കാണിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക. റബ്ബിനോടുള്ള മഹബത്ത് അതാണ് അതുപോലെ നമ്മെ തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്തുന്ന, നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന മറ്റൊരു കാര്യവുമില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുക. നീ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക. എന്തിനു വേണ്ടി? അവനെ നീ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട്. അവനെ നീ സ്നേഹിക്കുന്നു. നീ അതിയായി സ്നേഹിക്കുന്ന ഒരാളെ നോക്കൂ, ആ ആൾക്ക് വേണ്ടി ചിലപ്പോൾ നീ ഇഷ്ടപ്പെടുന്നത് പലതും ഒഴിവാക്കും. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ ആളെ വെറുപ്പിക്കേണ്ട എന്ന നിലക്ക് ചെയ്യുകയില്ല.
ചിലപ്പോൾ നിനക്ക് ഒരല്പം അനിഷ്ടമുള്ള കാര്യം വരെ നീ ചെയ്തെന്ന് വരും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യം നീ ഓർക്കുക. അവരെ സ്നേഹിച്ചുകൊണ്ട് നീ തിന്മകൾ ഉപേക്ഷിക്കുക. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിലൊന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഒരാൾക്ക് റബ്ബിനോടുള്ള സ്നേഹം വിലയിരുത്തണമെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? അവൻ തൻ്റെ നിസ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക, നിസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. കാരണം ഏതൊരു മുഹിബും, സ്നേഹിക്കുന്ന ഒരാളും, നിനക്കൊരാളുടെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും അയാളോടൊപ്പം ചെലവഴിക്കുന്ന സമയം, അയാളോട് സംസാരിച്ചിരിക്കുന്ന സമയം. ഇത് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. റബ്ബിനോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും മഹബ്ബത്ത് അളക്കാൻ സാധിക്കുന്ന സമയമാണെന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാഹ്. എൻ്റെ കൺകുളിർമ എൻ്റെ നിസ്കാരത്തിനാണ്, എൻ്റെ കൺകുളിർമ എൻ്റെ നിസ്കാരത്തിനാണ്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലിൽ നീര് വരുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും നിന്ന് നിസ്കരിച്ചത് നബിക്ക് ഇഷ്ടമല്ലാതെ പ്രയാസപ്പെട്ട് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, മറിച്ച് അതിനോട് മഹബത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അതൊരിക്കലും പ്രയാസകരമായ ഒരു കാര്യമേ അല്ല. ഒരു മുഅ്മിൻ യഥാർത്ഥത്തിൽ നോക്കൂ, റബ്ബിനെ ഓർക്കാൻ, പ്രത്യേകിച്ച് ഏത് സമയത്തും, പ്രത്യേകിച്ച് നിസ്കാരങ്ങളിൽ ഓർക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ ഓർക്കും, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർമ്മ വരും. ഈ രണ്ട് സമയങ്ങൾ പ്രത്യേകം പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് കാണാം. രണ്ട് സമയങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പഠിപ്പിച്ചു. നോക്കൂ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തിട്ടാണ് ഒരു മുഅ്മിൻ കിടക്കുന്നത്. റബ്ബിനെ സ്മരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അല്ലാഹുമ്മ ബിസ്മിക അല്ലാഹുമ്മ അമുതു വഅഹ്യ. അവൻ ഉറങ്ങി എഴുന്നേൽക്കും അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങിയിട്ടാണ് അവൻ എഴുന്നേറ്റ് ഉടനെ പറയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോടുള്ള മഹബ്ബത്ത് പോലെ ഒരാളോടും ഒരു മുഅ്മിനിന് മഹബ്ബത്ത് ഉണ്ടാകാൻ പാടില്ല. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും. പറയുക, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വീട്, ഇതെല്ലാം അള്ളാഹുവിനേക്കാൾ, അവൻ്റെ റസൂലിനേക്കാൾ, അവൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾ കാത്തു നിന്നുകൊള്ളുക എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നമുക്ക് ഏറ്റവും മഹബ്ബത്തുള്ളവനായിത്തീരണം. അത് മാറ്റുരക്കപ്പെടുന്ന സമയമാണ് അള്ളാഹുവിൻ്റെ, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യവും ഒരു ഹറാമും നിൻ്റെ താല്പര്യമാകുന്ന ഒരു കാര്യവും അള്ളാഹുവിൻ്റെ മഹബ്ബത്തും എതിരായി വരുന്നൊരു സമയമുണ്ടായാൽ, ഒരു ഹറാമ് മുന്നിൽ വന്നു, അള്ളാഹു ഇത് വെറുക്കുന്നു എന്ന് നിനക്കറിയാം, അള്ളാഹുവിന് ഇതിഷ്ടമല്ല, അള്ളാഹു നിർബന്ധമാക്കിയൊരു കാര്യമാണ്, അങ്ങനെ ഒരു കാര്യം വന്നു, നിൻ്റെ താല്പര്യം അത് എതിരായി വന്നു, നീ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നത് റബ്ബിനോട് നിനക്ക് മഹബ്ബത്തുണ്ടോ ഇല്ലേ എന്നതിൻ്റെ അടയാളമാണ്. നോക്കൂ, റബ്ബിനോടുള്ള മഹബ്ബത്തിൽ ആളുകൾ 3 തരക്കാരാണ്. ഒന്ന്, ഈ പറഞ്ഞ അവസരത്തിൽ തൻ്റെ താല്പര്യവും റബ്ബിൻ്റെ ഇഷ്ടവും എതിരായി വരുമ്പോൾ എപ്പോഴും ഏത് സന്ദർഭത്തിലും അവൻ തൻ്റെ താല്പര്യമേ തിരഞ്ഞെടുക്കും. റബ്ബിൻ്റെ ഇഷ്ടത്തിന് അവൻ പുല്ലുവില കൽപ്പിക്കുകയില്ല. ഇതൊരിക്കലും ഒരു മുസ്ലിം എന്നുണ്ടാവുകയില്ല, അതൊരു കാഫിറിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏത് സമയത്തും അവൻ അങ്ങനെയാണ്, ഏത് സമയത്തും. ഇതൊരു മുഅ്മിനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതേസമയം മുനാഫിക്കുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നവർ. എന്നാൽ ഒരു മുഅ്മിൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്താണ് ഏറ്റവും വലുത്, റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഏറ്റവും വലുത് എന്നവൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചിലപ്പോഴെല്ലാം പൈശാചിക പ്രേരണ കാരണത്താൽ അവൻ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിയാലും യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് വലുത് എന്നവൻ അറിയാം. അള്ളാഹുലേക്ക് അവൻ തൗബ ചെയ്ത് മടങ്ങും, അള്ളാഹുലേക്ക് അവൻ ഖേദിച്ചു മടങ്ങും. ഇതെല്ലാം റബ്ബിനോടുള്ള സ്നേഹം അളക്കാനുള്ള വഴികളാണ്. ഇന്ന് 5 നേരത്തെ നിസ്കാരം, അതും അള്ളാഹു നമ്മൾ എത്രമാത്രം ഓർക്കുന്നു,
അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യവും നമ്മുടെ താല്പര്യവും എതിരായി വന്നാൽ ഏത് നമ്മൾ സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ മഹബ്ബത്ത് അളക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ്. റബ്ബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ പ്രിയ സഹോദരങ്ങളെ ചില വഴികൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് അളക്കാനുള്ള വഴികൾ പോലെ ഒന്ന് അള്ളാഹുവിൻ്റെ കലാം, അത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ രാത്രികളിൽ എല്ലാ മനുഷ്യരും ഉറങ്ങുന്ന സമയത്ത്, ആളുകൾ നിന്നെ കാണാനില്ലാത്ത സമയത്ത് റബ്ബിനു വേണ്ടി നീ നിൻ്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? അവന് വേണ്ടി വുദൂ ചെയ്ത് അവന് വേണ്ടി നിസ്കരിച്ച് അവനിലേക്ക് കൈകൾ ഉയർത്തുന്നുണ്ടോ? റബ്ബിനോടുള്ള മഹബ്ബത്ത് നേടാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴികളിലൊന്നാണത്. വളരെ പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ്. ആ മഹബ്ബത്ത് നിൻ്റെ മനസ്സിൽ നിറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, അതുപോലെ ഈമാനിൻ്റെ മധുരം നേടിത്തരുന്ന വേറൊരു കാര്യവുമില്ല. പിന്നെ ഉള്ളത് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ള മഹബ്ബത്താണ്. റബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ എന്തെല്ലാം വകവെച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വകവെച്ച് നൽകുന്ന സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ കാര്യം നമ്മൾ ഈ മജ്ലിസിൽ, നമ്മുടെ ആദ്യത്തെ ദർസിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനത് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ്, അന്ന് പറയാത്തൊരു കാര്യം മാത്രം പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് ഈമാനിൻ്റെ മഹബ്ബത്താണ്. അതല്ലാതെ ഷിർക്കിൻ്റെ വക്താക്കളുടെ മഹബ്ബത്ത് പോലെയല്ല. സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടികൾപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാനാണ് സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്. അദ്ദേഹം ഒരിക്കൽ ഇറാഖുകാരോട് പറയുകയുണ്ടായി. ഇറാഖുകാർ അവർ നബി കുടുംബത്തോടുള്ള സ്നേഹത്തിൽ അതിരുവിട്ട ആളുകളായിരുന്നു, അവരിൽ അധികവും. അവരോട് പറയുകയുണ്ടായി, യാ അഹ്ലൽ ഇറാഖ്, ഓ ഇറാഖുകാരെ, അഹിബ്ബൂന ഹുബ്ബൽ ഈമാൻ വലാ തുഹിബ്ബൂന ഹുബ്ബൽ ഔഥാൻ, നിങ്ങൾ ഞങ്ങളെ ഈമാനിൻ്റെ സ്നേഹം സ്നേഹിക്കുക, ബിംബങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കരുത്. നിങ്ങളുടെ സ്നേഹം അത് ഞങ്ങൾക്ക് ആളുകൾക്കിടയിൽ ഇപ്പോൾ ഒരു പേരുദോഷമായി മാറിയിട്ടുണ്ട്. ഓക്കെ, എത്ര മനോഹരമായ വാക്കാണ് നോക്കൂ നിങ്ങൾ. അഹിബ്ബൂന ഹുബ്ബൽ ഈമാൻ വലാ തുഹിബ്ബൂന ഹുബ്ബൽ ഔഥാൻ. നമ്മുടെ സ്നേഹം ഈമാനിൻ്റെ സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അവിടുത്തെ സഹാബത്തിനോടുള്ള സ്നേഹം, നബി കുടുംബത്തോടുള്ള സ്നേഹം, ഇത് ഈമാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹമാണ്. ബിംബാരാധകർ അവരുടെ ബിംബങ്ങളെ സ്നേഹിക്കുന്നത് പോലെയുള്ള സ്നേഹമല്ല. ബിംബാരാധകരുടെ സ്നേഹം, ഷിർക്കിൻ്റെ വക്താക്കളുടെ സ്നേഹം എന്താണ്? അവർ സ്നേഹിക്കുന്നവരെ അവർ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തും, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കും. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകൾ അള്ളാഹുവിനെയാണ് ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹം മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. എന്നാൽ അള്ളാഹു അല്ലാത്ത ആരോടുള്ള സ്നേഹവും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പോലും ആർക്ക് വേണ്ടിയുള്ളതാണ്? ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അതാണ് ആ സ്നേഹത്തിൻ്റെ വ്യത്യാസം. ആ സ്നേഹത്തിൻ്റെ വ്യത്യാസം അതാണ്. എന്നാൽ നോക്കൂ, ഷിർക്കിൻ്റെ വക്താക്കൾ അവരവരുടെ ഇലാഹുകളെ അള്ളാഹുവിനെ സ്നേഹിക്കും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ സ്നേഹിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താണ്? അവരുടെ പ്രവൃത്തിയാണ്. നീ നോക്കൂ, നിങ്ങൾ നോക്കുക. അതായത് അവരുടെ ഏതെങ്കിലും ഇലാഹിനെ, മറമാടപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും വലിയനെ കുറിച്ച് അവർക്ക് കഴിവില്ല എന്നോ അവർ നീ വിളിച്ചാൽ കേൾക്കുകയില്ല എന്നോ പറഞ്ഞാൽ നിനക്ക് കാണാം അവൻ്റെ മുഖം ചുവക്കുന്നത്, അവൻ്റെ കണ്ഠമിടറുന്നത്, അവൻ വിറക്കും, അവൻ ചിലപ്പോൾ യക്കാദൂന യസ്തൂന എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ നിന്നെ അവർ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ദ്രോഹിക്കാൻ വേണ്ടി നിൻ്റെ നേരെ കൈനീട്ടി വന്നേക്കും. ഇതേ ആളുകൾ എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മോശമായത് പറയുന്ന കേട്ടാൽ അവർക്ക് ഒരു കുഴപ്പം, ഒരു ചുക്കുമില്ല അവർക്ക്, അല്ലേ? അള്ളാഹു നമ്മൾ ഉസ്താദിനോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല എന്നൊരു മുസ്ലിയാർ പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? ഈ പറയപ്പെട്ട മുസ്ലിയാരെങ്കിലും അതിനെ എതിർത്തിട്ട് പറഞ്ഞത് എന്നെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതെങ്കിലും? ആദ്യം പറയേണ്ടത് അയാളായിരുന്നല്ലോ, എന്നെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയേണ്ടതായിരുന്നില്ലേ? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഇവർക്ക് ഒരു പോറലും ഏൽക്കുകയില്ല. കാരണം അള്ളാഹു അല്ല അവരുടെ മനസ്സിൽ വലുത്, അള്ളാഹുവിനെ അല്ല അവർ സ്നേഹിക്കുന്നത്. ഇതാണ് അള്ളാഹുവിനെ പോലെ
ഇലാഹുകളെ സ്നേഹിക്കുന്നതിനുള്ള ഉദാഹരണങ്ങൾക്ക് വേണോ ഇവരെ നോക്കിയാൽ മതി, വേറെ ആരെയും നോക്കേണ്ടതില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പിച്ചു ചീന്തപ്പെടുന്നു. ഖബറുകൾക്ക് മുന്നിൽ സുജൂദ്, ദർഗക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന എത്രയോ 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 ദർഗകളുണ്ട്, എത്രയോ ഉണ്ട്. തവാഫ് ചെയ്യുന്ന ദർഗകളുണ്ട്. ഖബറിന് ചുറ്റും ഇങ്ങനെ നടക്കുക. ദുനിയാവിൽ ഒരേ ഒരു ഇടത്തിന് ചുറ്റും മാത്രമേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ. അതേതാണ്? അത് അള്ളാഹുവിൻ്റെ കഅബയാണ്. ആ കഅബയല്ലാത്ത ഏതെങ്കിലും ഒന്നിനു മുന്നിൽ ഒരാൾ തവാഫ് ചെയ്താൽ അതോടെ ഇസ്ലാം എന്ന് പുറത്തായി, കാഫറായി അവൻ. മനസ്സിലായില്ലേ? കാരണം തവാഫ് ചെയ്യുമ്പോൾ അതിനെ അവൻ തഅദീം ചെയ്യുകയാണ്. കഅബ തവാഫ് ചെയ്യുന്ന മുഅ്മിനുകൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ഇത് അള്ളാഹുവിനുള്ള ഇബാദത്ത്, അള്ളാഹുവിൻ്റെ ബൈത്താണിത്, റബ്ബിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണിത്. അതുകൊണ്ട് ആ ബൈത്തല്ലാത്ത ഏതിടം ഒരാൾ തവാഫ് ചെയ്താലും ഇസ്ലാം നമ്മൾ പുറത്തു പോകും. ഖബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്താൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇത് നടക്കുന്നു, ഒരു കുഴപ്പമില്ല ആളുകൾക്ക്. ഇത് റബ്ബിൻ്റെ ഹക്കാണ്, അള്ളാഹുവിൻ്റെ മാത്രം അവകാശമാണ്. അത് ചെയ്യുന്നത് കണ്ടാൽ അവന് പൊള്ളുന്നില്ല. എന്നാൽ ഈ വലിയനെ കുറിച്ച് എന്ന് പറഞ്ഞു നോക്കി. ഈ വലിയ പണ്ട് നിസ്കരിക്കാത്ത ആളായിരുന്നല്ലോ. ഈ വലിയന് സ്വന്തം കാര്യം തന്നെ നോക്കാൻ പറ്റാതെ ഇരുന്നിരുന്നല്ലോ. അയാൾക്ക് രോഗം വന്നിരുന്നല്ലോ. അയാൾ മരിക്കുന്നതിന് മുമ്പ് ആളുകളെയൊക്കെ സഹായിച്ചതും അവരുടെ കാര്യങ്ങൾ നോക്കിയതും ആരാണ്? അള്ളാഹു ആണല്ലോ. അള്ളാഹു ആണോ അതല്ല ഇവരാണോ എന്ന് ചോദിച്ചാൽ ദേഷ്യം പിടിക്കും. ഔലിയാക്കന്മാരെ ചീത്ത പറയണോ? ഔലിയാക്കന്മാരെ ബഹുമാനമില്ലേ എന്ന് പറയും. ആരോടാണ് സ്നേഹം? അള്ളാഹുവിനെ പോലെ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ദർഗകളുണ്ട്, ചില ദർഗകൾ. അവിടെ പോയി സത്യം ചെയ്യാൽ, അവിടെ പോയി സത്യം ചെയ്യണം ആ ദർഗയുടെ പേരിൽ. ചില ദർഗകളുടെ മുന്നിൽ കയറ് കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ കയറി പിടിച്ച് സത്യം ചെയ്യണം. നാട്ടിൽ തർക്കമുണ്ടായാൽ എന്തു ചെയ്യും? ആളുകൾ പറയും, വാ നീ ആ ദർഗയിലേക്ക് വാ സത്യം ചെയ്യാൻ. എന്നിട്ട് ആളുകൾ വിശ്വസിക്കുന്നു പല ദർഗകളെ കുറിച്ച്. അവിടെ ആരെങ്കിലും ആ വലിയൻ്റെ പേരിൽ, ഈ മറമാടപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ പേരിൽ കള്ള സത്യം ചെയ്താൽ അയാൾ ചോര ഛർദ്ദിച്ചു മരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതേ മനുഷ്യരോട് നീ അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞു നോക്കി, ഓൻ ഒരു കുഴപ്പമില്ലാതെ വളരെ കൂളായി കള്ള സത്യം ചെയ്യും. വല്ലാഹി ഇട്ടിട്ട് എന്ത് ചെയ്യും? കളവ് പറയും. എന്നാൽ ഈ വലിയൻ്റെ പേരിൽ കള്ള സത്യം ചെയ്യാൻ അവൻ്റെ മുട്ടുവറക്കും, അവൻ പേടിക്കും. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനേക്കാൾ അവൻ ആദരിക്കുന്നു ഈ മറമാടപ്പെട്ട് കിടക്കുന്നവരെ. ഈ മറമാടപ്പെട്ട് കിടക്കുന്ന ഒരു മുസ്ലിയാർ പറഞ്ഞത് എത്രയോ ആളുകൾ കേട്ടിട്ടുണ്ടാവും, പരസ്യമായി പറഞ്ഞത്. അയാൾ ഇന്ന് വരെ അത് തിരുത്തിയതായി ഒരാളും അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് എങ്ങനെയാണ്? അത് KSRTCയിൽ കയറി പോകുന്നത് പോലെയാണ്. എന്നാൽ ഇസ്തിഗാസ നടത്തിയാൽ, അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അതൊരു ബെൻസുകാരിൽ പോകുന്നത് പോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെയാണ് റബ്ബിനെ അറിഞ്ഞൊരു മനുഷ്യന് ഇത് പറയാൻ സാധിക്കുക? അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കും? അള്ളാഹു പറയുകയാണ്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കും, ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി. അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് അള്ളാഹു കോപിക്കും. അള്ളാഹുവിനോട് ചോദിച്ചവൻ ഉത്തരമുണ്ട്. അള്ളാഹുലേക്ക് നീ കരങ്ങൾ നീട്ടിയാൽ ഒന്നും തരാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. റബ്ബിനെ അറിഞ്ഞൊരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കും? അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്താൽ അത് KSRTC കയറി പോകുന്നത് പോലെ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അതൊരു ബെൻസുകാരന് പോകുന്നത് പോലെയാണ്. ഏതാണ് കൂടുതൽ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുക എന്നാണ് അയാൾ പറയുന്നത്. ഇതെല്ലാം നോക്കൂ, അള്ളാഹുവിനേക്കാൾ മറ്റുള്ളവർ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. മുഅ്മിൻ ഇങ്ങനെയല്ല. അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് പോലും ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും നബിയുടെ സ്ഥാനത്തിനപ്പുറത്തേക്ക്, ഇലാഹിൻ്റെ സ്ഥാനത്തേക്ക് ഒരു മുസ്ലിം ഒരിക്കലും ഉയർത്തുകയില്ല. ഒരു മുഅ്മിൻ ഒരിക്കലും ഉയർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു യഥാർത്ഥ നബിയെ സ്നേഹിക്കുന്ന ആൾ വിശ്വസിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നബിമാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ നബിയെ വിളിച്ച് ദുആ ചെയ്യുന്നവരുടെ ദുആ നബി കേൾക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിളിക്ക് ഉത്തരം നൽകുകയും ഇല്ല. ഇതാണ് മുഅ്മിനിൻ്റെ വിശ്വാസം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരാൾ സലാത്ത് ചൊല്ലിയാൽ അത് നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ, നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ.
അള്ളാഹു ആ സലാത്ത് നബിക്ക് എത്തിക്കാൻ മലായിക്കത്തിനെ നിശ്ചയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സല്ലു അലയ്യ ഫഇന്ന സലാത്തക്കും തബ്ലുഗുനി. നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുക, നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തിക്കപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, നബി നീ ഇവിടുന്ന് വിളിച്ചാൽ നിൻ്റെ വിളി കേൾക്കുമെങ്കിൽ പിന്നെ സലാത്ത് ചൊല്ലിക്കോളൂ, അള്ളാഹു അത് എനിക്ക് എത്തിച്ചേരാൻ മലക്കൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? എന്ത് വിളിയും കേൾക്കൂലേ? ഏത് വിളിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെങ്കിൽ നീ സലാത്ത് ചൊല്ലിയാൽ അത് നബിക്ക് എത്തിച്ചു കൊടുക്കാൻ മലായിക്കത്തിനെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? സലാത്ത് നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ. അതുകൊണ്ടാണ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്, വല്ലദി യുദ്ആ ലഹു ലാ യുദ്ആ. എത്ര മനോഹരമായ വാക്കാണത്, വല്ലദി യുദ്ആ ലഹു ലാ യുദ്ആ. നീ ഒരാൾക്ക് വേണ്ടി തേടിയിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു ദീനിൽ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളോട് തന്നെ എങ്ങനെ നിനക്ക് ദുആ ചെയ്യാൻ പറ്റും? നീ നിൻ്റെ ഉമ്മയോട് ഉപ്പയോടും ദുആ ചെയ്യുമോ? ഇല്ല, നീ അവർക്ക് വേണ്ടി അള്ളാഹിനോടാണ് ദുആ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നീ ദുആ ചെയ്യുന്നു. സലാത്ത് നബിക്ക് വേണ്ടിയുള്ള ദുആ ആണ്, സലാം നബിക്ക് വേണ്ടിയുള്ള ദുആ ആണ്. പിന്നെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ദുആ ചെയ്യാൻ സാധിക്കും? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നു, നബിയെ പിൻപറ്റുന്നു, അവിടുന്ന് വഫാത്തായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സുന്നത്ത് പിൻപറ്റുക, നബിയുടെ വാക്ക് മറ്റാരുടെ വാക്കിനേക്കാളും മുകളിൽ വെക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്നും നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് അള്ളാഹുവും റസൂലും മറ്റുള്ള എല്ലാവരെക്കാളും പ്രിയങ്കരരായിരിക്കുക എന്ന ഒന്നാമത്തെ ഈ ഹൃദയത്തിൽ ഈമാനിൻ്റെ മാധുര്യം അറിയാനുള്ള വഴി. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. നീ ഒരാളെ സ്നേഹിക്കുക, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രം, മറ്റൊന്നിനും വേണ്ടിയല്ല. ഇമാനികമായ മഹബ്ബ, ഇസ്ലാമിൻ്റെ പേരിലുള്ള മഹബ്ബത്തും വലാഉം, അതാണ് അവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിൻ്റെ ഏറ്റവും ബലവത്തായ കയറാണ് അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹവും, വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വെറുപ്പും. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് അള്ളാഹുവിന് വേണ്ടിയാണോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാൽ പല സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന് വേണ്ടിയാണോ നീ സ്നേഹിക്കുന്നത്, അവൻ്റെ പണം ഒരിക്കലും ആ സ്നേഹം കൂട്ടുകയോ കുറയ്ക്കുകയില്ല. അവൻ്റെ പണം കൂടിയതുകൊണ്ട് നീ അവനോടുള്ള സ്നേഹം കൂടുകയില്ല, കുറഞ്ഞതുകൊണ്ട് കുറയുകയില്ല. അവൻ്റെ സൗന്ദര്യമോ, അവൻ നിൻ്റെ അടുത്തുള്ളവനാണ് എന്നതോ, നിൻ്റെ അടുത്ത് കഴിയുന്നവനാണ് എന്നതോ, വേറൊരു നാട്ടിൽ കഴിയുന്നവനാണ് എന്നതോ വ്യത്യാസപ്പെടുത്തുകയില്ല. നിനക്കെന്തെങ്കിലും ഖൈർ ചെയ്തു എന്നതോ ചെയ്തു തന്നില്ല എന്നതോ ആ സ്നേഹം വ്യത്യാസപ്പെടുത്തുകയില്ല. ശരിയാണ്, അടുപ്പമുള്ള ഒരാളോട് കൂടുതൽ സ്നേഹം ഒരാൾക്കുണ്ടാവും, പക്ഷെ അതിൻ്റെ സ്നേഹത്തിൻ്റെ അടിത്തറ അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അത് സുബ്ഹാനല്ലാഹ് വളരെ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വജബത് മഹബ്ബതി, എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു, ലിൽ മുതഹാബ്ബീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർക്ക്, വലിൽ മുതസാവിരീന ഫിയ, വലിൽ മുതജാലിസീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം കൂടിയിരിക്കുന്നവർക്ക്, എനിക്ക് വേണ്ടി പരസ്പരം എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്, എൻ്റെ മാർഗത്തിൽ പരസ്പരം ചെലവഴിക്കുന്നവർക്ക് എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്ന് റബ്ബ് പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നോക്കൂ, അത് നിലനിർത്താൻ എന്തെല്ലാം വഴികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നബി പറഞ്ഞു, ഇദാ അഹബ്ബ അഹദുക്കും അഖാഹ് ഫൽയുഅ്ലിംഹു അന്നഹു യുഹിബ്ബുഹു. നിങ്ങൾ ഒരാൾ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ അറിയിക്കുക അവനെ സ്നേഹിക്കുന്നുവെന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്, നിങ്ങൾ മുഅ്മിനുകളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്തിടത്തോളം നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകാനുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക.
മനസ്സിലായില്ല? ഒരാളെ കണ്ടാൽ സലാം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ നടന്നു പോകുന്നു, ഒരു മരം നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ വന്നു, പരസ്പരം കാണാതായി, പിന്നെയും കണ്ടു, അസ്സലാമു അലൈക്കും എന്ന് പറയാം, നീ പിശിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഖലുന്നാസി മൻ ബഖല ബിസ്സലാം, സലാം പറയാൻ പിശിക്കാൻ ഏറ്റവും വലിയ പിശിക്കൻ. വഅഅജസുന്നാസി മൻ അജസ അനി ദുആ, ദുആ ചെയ്യാൻ കഴിയാതെ പോയവനാണ് ഒന്നിനും കഴിവില്ലാത്തവൻ. അതുകൊണ്ട് നീ പിശിക്കരുത്, നീ സലാം പറയുക. അത് പരസ്പരം സലാം പറയുക എന്നത് സ്നേഹം വ്യാപിക്കാനുള്ള വഴിയാണ്. അതുപോലെ നിൻ്റെ സഹോദരൻ അവൻ്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടുക. അവൻ്റെ പ്രയാസത്തിൽ നീ അവനെ സഹായിക്കുക, നീ അവനെ പരിഗണിക്കുക, അവനുള്ള നന്മക്ക് നീ പ്രേരണ നൽകുക. തിന്മയിൽ അവൻ പെടുന്നത് കണ്ടാൽ നീ അവൻ്റെ കൈക്ക് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ബാലിമൻ ഔ മദ്ലൂമ, നിൻ്റെ സഹോദരൻ അക്രമിയായിരിക്കുകയും ആക്രമിക്കപ്പെട്ടവനായിരിക്കുകയും നീ അവനെ സഹായിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയെ, ആക്രമിക്കപ്പെട്ടാൽ മർദ്ദിതനായിരിക്കും അവനെ സഹായിക്കാം, അക്രമി എങ്ങനെയാണ് സഹായിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കൈക്ക് പിടിക്കണം, അവൻ അക്രമത്തിൽ നിന്ന് തടയണം. അതുപോലെ നോക്കൂ, സ്നേഹം ഉണ്ടാകാനുള്ള വഴിയെല്ലാം പഠിപ്പിക്കുകയും സ്നേഹം മുറിഞ്ഞു പോകുന്ന വഴികളെ ശക്തമായി വിലക്കുകയും ചെയ്തു. സ്നേഹം മുറിഞ്ഞു പോകാൻ കാരണമാകുന്ന വഴികൾ നിങ്ങൾ ചെയ്യരുത്. 2 പേർ 3 പേർ മാത്രം ഉണ്ടായിരിക്കുക, 2 പേർ സ്വകാര്യം പറയരുത്, ഒരാൾ ഒറ്റക്കാക്കി. 4 പേരുണ്ടെങ്കിൽ പറയാം, കുഴപ്പമില്ല, 2 പേർക്ക് പറയാം. പക്ഷേ ഒരാളെ ഒറ്റക്കാക്കി നിങ്ങൾ എന്ത് ചെയ്യരുത്? 2 പേർ പരസ്പരം സ്വകാര്യം പറയരുത്. ഒരുവൻ കച്ചവടം നടത്തിയതിൻ്റെ മുകളിൽ പോയി കച്ചവടം നടത്തരുത്. ഒരുവൻ വിവാഹം ആലോചിച്ചതിൻ്റെ മുകളിൽ പോയി വിവാഹം ആലോചിക്കരുത്. നീ അവൻ്റെ അഭിമാനത്തെയോ രക്തത്തെയോ സമ്പത്തിനെയോ വ്രണപ്പെടുത്തരുത്, അതിന്മേൽ കടന്നു കയറാൻ പാടില്ല. രക്തം, അതുപോലെ അഭിമാനം, അതുപോലെ സമ്പത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇതേതാണ് നാട്? ഇത് ബലദുൽ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറുപടി പറഞ്ഞു, ഇതേതാണ് ദിവസം? ഇത് യൗമുൻ നഹറാണ്, ദുൽഹിജ്ജ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഇതേതാണ് മാസം? ഇത് ദുൽഹിജ്ജ മാസമാണ്. എന്നിട്ടാണ് നബി പറയുന്നത്, കഅബയേക്കാൾ അല്ലാഹുവിങ്കൽ പവിത്രതയുണ്ട്, അല്ലെങ്കിൽ അതുപോലെ പവിത്രതയുണ്ട്. എന്ത്? മുസ്ലിമീങ്ങളുടെ രക്തവും അഭിമാനവും അതുപോലെ അവരുടെ സമ്പത്തും. ഇതിൽ കടന്നു കയറാൻ പാടില്ല. അന്യായമായി നീ നിൻ്റെ സഹോദരൻ്റെ സമ്പത്തെടുക്കരുത്, അവന് പൊരുത്തമില്ലാതെ നീ എടുക്കാൻ പാടില്ല. അവൻ്റെ രക്തം ചിന്തരുത്, അവൻ്റെ അഭിമാനത്തെ നീ വ്രണപ്പെടുത്തരുത്. വാക്കുകൊണ്ടുപോലും നീ അവൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല. നീ അവൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ, അവനെ പരിഹസിക്കുന്ന വാക്കുകൾ, കുത്തുവാക്കുകൾ നീ പറയരുത്. പരസ്പരം സന്തോഷം പങ്കിടാൻ നീ തമാശ പറഞ്ഞേക്കും, പക്ഷേ അതൊരിക്കലും ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതാകാതിരിക്കാൻ വളരെ വളരെ ശ്രദ്ധിക്കണം. വളരെ അപകടമാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടെ തമാശ പറയാറുണ്ടായിരുന്നു. പക്ഷേ അത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൽ മിൽഹ പോലെയാണ്, ഉപ്പ് പോലെയാണ്. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അതില്ല എങ്കിൽ ഭക്ഷണം രുചി ഉണ്ടാവുകയില്ല. ഭക്ഷണത്തിൽ കൂടിപ്പോയാൽ ഭക്ഷണത്തെ നശിപ്പിച്ചു കളയും. എന്നതുപോലെ ഒരാളുടെ ജീവിതത്തിൽ, അയാളുടെ സംസാരത്തിൽ തമാശ തീരെ ഇല്ലെങ്കിൽ അത് തീരെ അരോചകമായിരിക്കും. പക്ഷെ അത് വർദ്ധിച്ചാൽ നശിപ്പിച്ചു കളയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ തമാശകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മിതമായി ഉണ്ടായിരുന്നു. ജാഹിർ എന്നു പേരുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ മരുഭൂമിയിലെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് വന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. ജാഹിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജാഹിർ റളിയല്ലാഹു അൻഹു മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ലഭിക്കുന്ന സാധനങ്ങൾ, പട്ടണത്തിൽ കിട്ടാത്തത് പലതും നബിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അവിടെ നിന്ന് ഉള്ളിൽ കിട്ടാത്ത മദീനയിൽ കിട്ടുന്ന സാധനം ഉള്ളിലേക്ക് കൊണ്ടുപോകും, മരുഭൂമിയുടെ ഉൾഭാഗങ്ങളിലേക്ക്, ബദവികൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിറിനെ കുറിച്ച് പറഞ്ഞു, ജാഹിറുൻ ബാദിയതുന വനഹ്നു ഹാദിറൂഹ്. ജാഹിറാണ് നമ്മുടെ ബാദിയ, അഥവാ ആ ഉൾപ്രദേശം, നമ്മുടെ ഉൾപ്രദേശം എന്ന് പറയുന്നത് ജാഹിറാണ്. വനഹ്നു ഹാദിറൂഹ്, നമ്മളാണ് ജാഹിറിൻ്റെ ഹാദിർ, അഥവാ ഈ ജാഹിറിൻ്റെ പട്ടണം നമ്മളാണ്. അദ്ദേഹം, ആ സഹാബി, വളരെ വിരൂപനായിരുന്നു, കാണാൻ തീരെ ഭംഗിയില്ലാതിരുന്ന ആളായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മദീനയിൽ വന്നിങ്ങനെ കച്ചവടം, അദ്ദേഹം ഇങ്ങനെ മദീനയിൽ നിൽക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പിന്നിലൂടെ പോയി പിടിച്ചു,
കാണാത്ത നിലക്ക് പിന്നിലൂടെ പോയി പിടിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച തമാശയാണ്. ആൾക്ക് മനസ്സിലായില്ല ആരാണ് എന്നെ പിടിച്ചതെന്ന്, വിടാൻ പറഞ്ഞു. നബിയാണെന്ന് മനസ്സിലായപ്പോൾ ജാഹിർ റളിയല്ലാഹു അൻഹു മിണ്ടാതെ നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ട് ചോദിക്കാൻ, മൻ യശ്തരി ഹാദൽ അബ്ദ്, ഇത് അയാൾ ആർക്ക് വേണം? ഇയാളെ വിറ്റാൽ ആർക്ക് വേണം? അടിമയെ വിൽക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇയാൾ ആർക്ക് വേണം? അപ്പോൾ ജാഹിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ തജിദുനി കാസിദ, നബിയെ അങ്ങനെയാണെങ്കിൽ എനിക്ക് യാതൊരു വിലയും കിട്ടൂല, എന്നെ വിറ്റാൽ തീരെ വില കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാകിന്നക ഇൻദല്ലാഹി ലൈസ ബികാസിദ്, ലസ്ത ബികാസിദ്. മറ്റൊരു റിവായത്തിൽ ലാകിന്നക ഇൻദല്ലാഹി ഗാലി, പക്ഷെ അള്ളാഹുവിങ്കിൽ നീ വലിയ വിലയുള്ള ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ, ഒരിക്കലും ഒരാളെയും മുറിപ്പെടുത്താത്ത തമാശകളിൽപ്പെട്ട വാക്കാണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട്, പ്രായമേറിയ സ്ത്രീയോട്, വയസ്സത്തികളൊന്നും സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞത്. അവർ പ്രയാസപ്പെട്ട് കരഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശം എന്താണ്? ആ പ്രായമായ അവസ്ഥയിൽ ഒരാളും സ്വർഗത്തിൽ കിടക്കുകയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ആളുകൾ അടുപ്പിക്കുന്ന വാക്കുകളിലൊന്നാണ്. സഅദ് ഇബ്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുഖാലിതുനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൂടിക്കലരാറുണ്ടായിരുന്നു. ഹത്താ യഖൂല ലി അഖിൻ ലി സഗീർ, എൻ്റെ ഒരു ചെറിയ അനുജനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമാറ്. അദ്ദേഹത്തിൻ്റെ ചെറിയ അനുജനായ ഒരു സഹാബി ഉണ്ടായിരുന്നു. അതിനൊരു ചെറിയ കുരുവി ഉണ്ടായിരുന്നു. ആ കുരുവി ഒരിക്കൽ ചത്തുപോയി. അപ്പോൾ ആ കുരുവിയെ ചത്തുപോയത് ഓർത്ത് ഈ കുട്ടി ഇങ്ങനെ, ചെറിയ കുട്ടിയാണ്, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ചോദിക്കുകയാണ്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അബൂ ഉമൈർ നിൻ്റെ കുരുവിക്ക് എന്തു പറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് അടുത്തിടപഴകി ചോദിക്കണം, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അബൂ ഉമൈർ എന്തു പറ്റി, നിൻ്റെ കുരുവിക്ക് എന്തു പറ്റി എന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് ചോദിക്കുന്നത്. ഒരു ചെറിയ കുട്ടിയുടെ ദുഃഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുചേർന്നുകൊണ്ട് അതിനെ ഓമനിക്കുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരിക്കലും വാക്കുകൾ ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന വാക്കാകരുത്. സ്നേഹം വർദ്ധിപ്പിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖുൽ ഇബാദി, എൻ്റെ അടിമകളോട് പറയുക, യഖൂലു ലത്തി ഹിയ അഹ്സൻ, അവരേറ്റവും നല്ലത് പറയട്ടെ. ഇന്ന ശൈത്താന യൻസഗു ബൈനഹും, പിശാച് അവർക്കിടയിൽ വിദ്വേഷം വിളക്കിവിടും. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവൻ മുബീന, പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വാക്കിലെ ഒരു മോശം ഭാഗം അവൻ്റെ മനസ്സിൽ അതിനേക്കാൾ മോശമായി അത് വലുതാക്കാൻ ശൈത്താൻ ശ്രമിക്കും. നമ്മളതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വാക്കിൽ വന്ന ഒരു അബദ്ധം ചിലപ്പോൾ അയാളുടെ മനസ്സിൽ അതിനേക്കാൾ അതിനെ മോശമാക്കാൻ ശൈത്താൻ ശ്രമിക്കും. എൻ്റെ വഴി ഏറ്റവും നല്ലത് പറയുക, രണ്ടിന് മോശമായ ഒരു അർത്ഥത്തിന് സാധ്യതയില്ലാത്ത വാക്ക് പറയുക എന്നതാണ് പരിഹാരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനോടൊപ്പം. അതുകൊണ്ട് മുഅ്മിനുകൾ പരസ്പരം അവരുടെ സ്നേഹം നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും ഉള്ള വഴികൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ദുആ അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ്. സഹോദരങ്ങൾ കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക, അതിനോളം വലിപ്പമുള്ള വേറൊരു വഴിയില്ല. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ പരസ്പരം ശത്രുക്കളായിരുന്ന, പരസ്പരം വർഷങ്ങൾ യുദ്ധം ചെയ്തിരുന്ന, നിസ്സാര കാരണങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്തിരുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് വന്നതോടെ അവരെ പരസ്പരം കൂട്ടിയിണക്കി. ഔസും ഖസ്റജും പരസ്പരം ശത്രുക്കളായ ഗോത്രങ്ങളാണ്. ബുആത്ത് എന്ന് പറയുന്ന വൻ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ മദീനയിൽ നടന്നിരുന്നു. യഹൂദികൾ എന്ത് ചെയ്തിരുന്നു? ചില ഗോത്രങ്ങൾ ഔസിൻ്റെ കൂടെ, ചില ഗോത്രങ്ങൾ ഖസ്റജിൻ്റെ കൂടെ, ഇങ്ങനെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ പരസ്പരം പോരടിപ്പിച്ചിരുന്നു. കടുത്ത ശത്രുക്കൾ. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നതോടുകൂടി ആ രൂപത്തിലുള്ള ജാഹിലിയത്തുകൾ, ഗോത്രങ്ങളുടെ പേരിലുള്ള ചേരിപ്പോരുകളെല്ലാം അവസാനിച്ചു. ഇസ്ലാം അവരെ യോജിപ്പിച്ചു. ഇസ്ലാം ഒരു ഉമ്മത്തിനെ യോജിപ്പിക്കുന്നത് പോലെ മറ്റൊന്നും ആളുകളെ യോജിപ്പിക്കുകയില്ല. ഒരു പാർട്ടിയും യോജിപ്പിക്കുകയില്ല, ഒരു സംഘടനയും യോജിപ്പിക്കുകയില്ല. നീ എന്തു പറഞ്ഞ് കക്ഷി ഉണ്ടാക്കിയാലും ഇസ്ലാം പോലെ ആളുകളെ യോജിപ്പിക്കാൻ, ഈമാൻ പോലെ യോജിപ്പിക്കുന്ന വേറൊരു കാര്യവുമില്ല. അള്ളാഹു പറഞ്ഞു, വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും,
അള്ളാഹു റബ്ബുൽ ആലമീൻ വഅല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ, നീ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ നിനക്ക് സാധ്യമല്ല. വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും, അള്ളാഹുവാണ് അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത്. നിങ്ങൾ നോക്കൂ, ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. ഒരാൾക്കും അത് നിയന്ത്രിക്കാൻ കഴിയില്ല. എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? രണ്ടാളും തമ്മിൽ എങ്ങനെ യോജിക്കുന്നില്ല. നിങ്ങൾ പുറത്തു നോക്കിയാൽ ഒരു കുഴപ്പവും ഈ ആണിനോ പെണ്ണിനോ കാണുകയില്ല. എത്രയോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഒരു കുഴപ്പം അവനും കാണില്ല, ഒരു കുഴപ്പവും അവൾക്കും നിങ്ങൾ കാണില്ല. പക്ഷെ എന്താണ് പ്രശ്നം? തമ്മിൽ യോജിക്കുന്നില്ല. അവർ ഹൃദയങ്ങൾ തമ്മിൽ യോജിക്കുന്നില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അകൽച്ചയും വെറുപ്പും തോന്നുക. എന്തുകൊണ്ടാണത്? ഹൃദയം റബ്ബിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നിൻ്റെ ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിന് അവളോട് സ്നേഹമുണ്ടോ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ഏറെ 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 സ്തുതിക്കേണ്ട നിഅമത്താണ്. അള്ളാഹു എങ്ങാനും ആ ഹൃദയത്തിൽ നിന്ന് മഹബ്ബത്ത് അങ്ങ് എടുത്തു നീക്കിയാൽ പിന്നെ നീ ഭൂമി ഒന്നാകെ അവൾക്ക് കൊണ്ടുപോയി കൊടുത്താലും, നീ അവളെ സ്വർണം കൊണ്ട് മൂടിയാലും യാതൊരു കാര്യം ഉണ്ടാവില്ല. തിരിച്ചും നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ സഹാബി സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയണം, നബിയെ, എനിക്ക് സാബിത്തിനെ കുറിച്ച്, സാബിത്തിൻ്റെ ദീനിലോ ഖുലുഖിലോ സ്വഭാവത്തെക്കുറിച്ചോ സാബിത്തിൻ്റെ ദീനിനെ കുറിച്ചോ എനിക്കൊരു പരാതിയില്ല. ലാക്കിന്നി അക്റഹുൽ കുഫ്ര ഫിൽ ഇസ്ലാം, പക്ഷേ ഇസ്ലാമിൽ വന്നിട്ട് നന്ദികേട് കാണിക്കുന്ന ഒരാളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് ബന്ധം വേർപെടുത്തി തരണം. സാബിത്ത് റളിയല്ലാഹു അൻഹു വിരൂപനായ ഒരു സഹാബി, അദ്ദേഹത്തിന് കാണാൻ ഭംഗിയില്ലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഏറ്റവും മനോഹരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിമാരിൽ ഒരാളാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അവർ സഹാബിയായ വനിതയാണ്, അവർക്ക് ഭർത്താവിനോട് സ്നേഹം തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആക്ഷേപിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ധം വേർപെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണത്? ഹൃദയം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഭാര്യയാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, മക്കളാകട്ടെ, ചുറ്റുമുള്ളവരാകട്ടെ ഉണ്ടോ, അള്ളാഹു തന്ന നിഅമത്താണ്. നീ അത് നശിപ്പിച്ച് കളയരുത്. നീ അത് നിലനിർത്താൻ പരിശ്രമിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ്റെ കയ്യിലാണ് ഹൃദയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൂട്ടിയ ശത്രുക്കളായിരുന്ന ആളുകൾ പിന്നെ അടുത്ത മിത്രങ്ങളായി മാറുന്നത്. ഇസ്ലാമിൻ്റെ എത്ര ശത്രുക്കൾ ഇസ്ലാമിൻ്റെ സഹായികളും ഇസ്ലാമിൻ്റെ പതാകവാഹകരും ആയിത്തീർന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ മഹബ്ബത്തിൽ ഒരിക്കലും നീ അതിലൂടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹ്ബിബ് ഹബീബക ഹൗനൻ മാ അസാ അൻ യകൂന ബഗീദക യൗമൻ മാ വഅബ്ഗിൽ ബഗീദക ഹൗനൻ മാ അസാ അൻ യകൂന ഹബീബക യൗമൻ മാ. നീ നിൻ്റെ സ്നേഹിതനെ മിതമായി സ്നേഹിക്കുക. കാരണം ഏതെങ്കിലും ഒരു ദിവസം അവൻ ചിലപ്പോൾ നിൻ്റെ ശത്രുവായേക്കും. നീ നിൻ്റെ ശത്രുവിനോട് മിതമായ ശത്രുത വെക്കുക. ഏതെങ്കിലും ഒരു ദിവസം അവൻ നിൻ്റെ മിത്രമായേക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, കാരണം സ്നേഹം അതിര് വിട്ടാൽ പിന്നെ എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായാൽ നീ വല്ലാതെ ഖേദിച്ചു പോകും. വെറുപ്പ് അതിര് വിട്ടാൽ പിന്നെ അയാൾ നിൻ്റെ നല്ല മുഹിബ്ബായി മാറിയാൽ നീ ലജ്ജിച്ചു പോകും. അതുകൊണ്ട് മിതത്വം എപ്പോഴും പാലിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ അത് മിതത്വമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ആകണം നിൻ്റെ സ്നേഹം, അപ്പോൾ അത് മിതമായിരിക്കും. റബ്ബിന് വേണ്ടി ആകണം. മനസ്സിലായില്ലേ? നിൻ്റെ സ്നേഹിതനാണെന്ന് കരുതി നീ ഒരിക്കലും അതിക്രമത്തിന് സഹായിക്കാൻ പാടില്ല. നിനക്ക് എതിർപ്പുള്ള ആളാണ് എന്ന് കരുതി നീ അവരോട് അതിക്രമം ചെയ്യരുത്. അതുകൊണ്ട് തന്നെ മുഅ്മിനായ ഒരു മനുഷ്യനെ പോലെ ഒരു നല്ല ശത്രുവിനെ ഒരാൾക്ക് കിട്ടാനില്ല. ഒരു മുഅ്മിനായ അള്ളാഹിനെ പേടിയുള്ള ഒരുത്തൻ നിൻ്റെ ശത്രുവാണോ, അവൻ നിന്നോട് ഒരിക്കലും അതിക്രമം ചെയ്യില്ല. നിന്നോട് എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് ദേഷ്യമുണ്ടെങ്കിലും അയാൾ നിന്നോട് എന്ത് ചെയ്യുകയില്ല? അതിക്രമം ചെയ്യുകയില്ല. അതേസമയം അള്ളാഹിനെ പേടിയില്ലാത്തൊരുത്തൻ നിൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നാലും അവനെ കൊണ്ട് നിനക്ക് ഉപദ്രവമായിരിക്കും. അള്ളാഹുവിന് പേടിയില്ലേ, തഖ്വയില്ലേ, അവനിൽ നിന്നൊരു ഖൈറും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊണ്ട് നിനക്ക് ഉപദ്രവം ഉണ്ടാവും. അള്ളാഹുവിനെ സൂക്ഷിക്കുക എല്ലാവരും. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ് തൗബതൻ നസൂഹ. മുഅ്മിനുകൾ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ തൗബ ചെയ്യുക. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. മുഅ്മിനുകൾ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അവനെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത്തെ കാര്യം, വയക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. ഒരാൾ കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിനെ വെറുക്കുക. അള്ളാഹു അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി
പിന്നെ നീ അതിലേക്ക് തിരിച്ചു പോകുന്നത് വെറുക്കുക. എങ്ങനെ തീയിലേക്ക് നിന്നെ വലിച്ചെറിയുന്നത് നീ എങ്ങനെ വെറുക്കുന്നു അതുപോലെ. മനസ്സിലായില്ലേ? മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അള്ളാഹു അവരുടെ മനസ്സിൽ ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു, കുഫറിനോട് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു എന്ന്. നീ ഒരിക്കലും അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകിയതിന്, തൗബക്ക് അവസരം നൽകിയതിന് അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹു വെറുക്കുന്നതിനെ നീ വെറുക്കുക, അള്ളാഹു സ്നേഹിക്കുന്നതിനെ നീ സ്നേഹിക്കുക. അള്ളാഹുവിനോട് എപ്പോഴും ഈമാനിൽ നിലനിർത്തി തരാൻ ദുആ ചെയ്യുക. ഈമാനിലായി ജീവിപ്പിക്കാനും ഈമാനിലായി മരിപ്പിക്കാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കുഫറിനോട് സമരസപ്പെട്ടു പോകുന്ന സമീപനങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? എപ്പോഴും കുഫറും ശിർക്കും കണ്ടുകൊണ്ടേയിരിക്കുക, നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ഗൗരവം കുറച്ച് കളയാൻ കാരണമായേക്കും. അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന, ഇവിടെ തൗഹീദ് മാത്രം കണ്ടിരുന്ന ഒരാൾ നമ്മുടെ നാട്ടിലൊരു സിയാറത്തിനൊരു സന്ദർശനത്തിന് വന്ന സമയത്ത് ഒരു ദർഗ ഇങ്ങനെ കാണുകയാണ്. അവിടെ ഇങ്ങനെ ആളുകൾ പോയി ആ ഖബറിന് മുന്നിൽ നിൽക്കുന്നതും അവിടെ തുണി പുതപ്പിക്കുന്നതും അവിടെയുള്ള ശിർക്കും ഖുറാഫാത്തും ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം വഴിയിൽ വെച്ചത് കണ്ടപ്പോൾ അദ്ദേഹം കരയുകയാണ്. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹുവിൻ്റെ ഹക്കാണല്ലോ ഇവിടെ ഹനിക്കപ്പെടുന്നത്. അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത് പടപ്പുകൾക്ക് നൽകുന്നു. റബ്ബിന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ ഇസ്ലാമിൻ്റെ മക്കളായി അറിയപ്പെടുന്ന ആളുകളാണല്ലോ ഈ ചെയ്യുന്നത്. ഈ ഒരു പ്രയാസം അദ്ദേഹത്തിൻ്റെ കണ്ണുനീരായി വരികയാണ്. എന്നാൽ നോക്കൂ, നിരന്തരം ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ഗൗരവം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയം നമ്മൾ പുനഃപരിശോധിക്കുകയും തൗഹീദ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് തൗഹീദിൻ്റെ വില എപ്പോഴും മനസ്സിൽ നിലനിൽക്കും, ഷിർക്കിൻ്റെ ഗൗരവം എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ട് ഷിർക്ക്, അതിൻ്റെ ചിഹ്നങ്ങൾ, അതിൻ്റെ ഇടങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിനോട് കാവൽ തേടാനും എന്നെയും എൻ്റെ മക്കളെയും മുസ്ലിമീങ്ങളെ ഇതിൽ നിന്ന് സംരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യാനും ആ ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ ഒന്നും കാണാത്ത പോലെ, അല്ലെങ്കിൽ ഒരു സാധാരണ കാഴ്ച കണ്ടതുപോലെ പോകുന്ന അവസ്ഥ ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, ഒരു വ്യഭിചാരം നടക്കുന്ന ഇടം, ഒരു സ്വവർഗരതി നടക്കുന്ന ഇടം, മാന്യനായ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ആ ഇടത്തുകൂടെ കടന്നു പോവുക? ഒരു കുഴപ്പമില്ലാത്തതുപോലെ അയാളുടെ മനസ്സിൽ ഒരു പ്രശ്നമില്ലാതെയാണ് അയാൾ അതിലൂടെ പോവുക? അല്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിരന്തരം ഇയാൾ ഈ കാഴ്ച കാണേണ്ടി വരും. അയാളുടെ മനസ്സിൽ അതൊന്നുമല്ലാതെ ആയി മാറാൻ അത് പ്രശ്നമാണ്. അയാളുടെ ഹൃദയത്തിന് ആ നന്മക്ക് കുറവ് അതിലൂടെ സംഭവിച്ചിരിക്കുന്നു. മാന്യനായ ഒരു മനുഷ്യൻ ചിലപ്പോൾ ആ വഴി തന്നെ ഒഴിവാക്കി കളയും. സുബ്ഹാനല്ലാഹ്, ശിർക്ക് അതിനേക്കാൾ വലുതാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ശിർക്ക് നിരന്തരം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അതേക്കുറിച്ചുള്ള ഗൗരവം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാട്ടിലൊക്കെ പോയ ആളുകൾ പോകുന്ന സമയത്തും അവിടെ ജീവിക്കുന്ന സമയത്തുമൊക്കെ നാട്ടിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൃദയം അത് പുനഃപരിശോധിക്കുക, അതിലേക്ക് തിരിഞ്ഞു നോക്കുക, തൗഹീദ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. കിതാബ് തൗഹീദ് എന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ കിതാബ് വലിയ വലിയ പണ്ഡിതന്മാർ പോലും ഒരു തവണ വായിച്ചു തീർന്നാൽ പിന്നെ വീണ്ടും വായിക്കുക, പിന്നെ വീണ്ടും ഇങ്ങനെ പതിവുണ്ടായിരുന്നു എന്നാണ് അവർക്ക്. കിതാബ് തൗഹീദ് നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനു വേണ്ടി? ഈ തൗഹീദിൻ്റെ മഹത്വം എപ്പോഴും മനസ്സിൽ നിലനിൽക്കാൻ, ശിർക്കിനോടുള്ള ഗൗരവം എപ്പോഴും മനസ്സിൽ നിലനിൽക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ 3 ഗുണങ്ങളും മറ്റുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽഗുണങ്ങളുമുള്ള ഈമാനിൻ്റെ ഹലാവത്ത് അനുഭവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.